പട്ടം പറപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ നിങ്ങൾക്ക് പട്ടം പറപ്പിക്കുന്ന 3 ആളുകളെ പരിചയപ്പെടുത്തി തരാം. 3 ആളുകൾ ഒരു ബീച്ചിൽ പട്ടം പറപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ആൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല മനോഹരമായൊരു പട്ടമുണ്ട്. ആ പട്ടത്തെ കണക്ട് ചെയ്തിട്ട് നല്ലൊരു നൂലുണ്ട്. അദ്ദേഹം ആ പട്ടം ഇങ്ങനെ പറത്തി പട്ടം ഇങ്ങനെ ഉയർന്നു പോകുന്നു. കാറ്റ് വീശുന്നുണ്ട്, പട്ടം ഇങ്ങനെ ഉയർന്നു പോകുന്നു. ഇയാൾ നൂലങ്ങനെ അഴിച്ചു വിടുന്നു, പട്ടം അങ്ങനെ ഉയർന്നിങ്ങനെ പോകുന്നു. ഇത് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ, അദ്ദേഹം പട്ടം പറത്തുകയാണ്. അദ്ദേഹം പട്ടം പറത്തുമ്പോൾ അദ്ദേഹം ചെയ്തത്, കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ട് പട്ടം പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ പട്ടത്തിൻ്റെ നൂല് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം പട്ടത്തെ വളരെ പതുക്കെ വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം പട്ടത്തെ വിടുന്നില്ല. അങ്ങനെ പതുക്കെ പൊട്ടോ എന്ന് പേടിച്ച് അങ്ങനെ ഒരു പട്ടം പറത്തുന്ന ഒരാൾ. എന്നാൽ മൂന്നാമത്തെ കുറച്ചുകൂടി സമർത്ഥനായ ഒരാൾ, അദ്ദേഹം പട്ടം പറത്തുകയാണ്. കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് അദ്ദേഹം ഒരു പട്ടം പറത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മനോഹരമായൊരു പട്ടമുണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ടൊരു നൂലൊക്കെ ഉണ്ട്. അദ്ദേഹം പട്ടത്തെ എങ്ങനെ നോക്കുന്നു, കാറ്റിൻ്റെ ദിശയൊക്കെ നോക്കുന്നു, എവിടെ നിന്നാണ് കാറ്റ് വീശുന്നൊക്കെ നോക്കില്ല. അതിനനുസരിച്ച് പട്ടം ഇങ്ങനെ പതുക്കെ നൂലഴിച്ചു വിടുന്നു, പട്ടം പറക്കുന്നു. അതോടൊപ്പം കാറ്റ് വീശുമ്പോൾ അതിൻ്റെ നൂലൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നു. വീണ്ടും അങ്ങനെ പട്ടത്തിന് ആ ഒരു ഗതിക്കനുസരിച്ച്, അവിടുത്തെ ഒരു കാലാവസ്ഥക്കനുസരിച്ച് പട്ടത്തെ എങ്ങനെ നിയന്ത്രിച്ച് ഇങ്ങനെ പോകും. ശക്തമായ ഒരു കാറ്റ് വീശുന്നു. ഇതിൽ എന്ത് സംഭവിക്കും ഈ 3 ആളുകളുടെ പട്ടത്തിന്? ഈ പട്ടം പറത്തുന്ന ആളുകളുടെ അവസ്ഥ തന്നെയാണ് പേരൻറ്റിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്നാമത്തെ ആൾ മറ്റൊന്നും നോക്കാതെ, കാറ്റോ ഒന്നും നോക്കാതെ, അതിൻ്റെ ഗതിയോ ഒന്നും നോക്കാതെ പട്ടത്തെ അങ്ങനെ അഴിച്ചു വിടുന്നു. ചില പേരൻസ് അങ്ങനെയാണ്. കുട്ടികളെ അവർക്ക് ഒന്നും നോക്കാതെ, ഒരു നിയന്ത്രണമില്ലാതെ അവരെ തുറന്നങ്ങോട്ട് വിടും. ഇത് ഒരറ്റം കഴിയുമ്പോൾ ഇതങ്ങോട്ട് പൊട്ടും. ഈ പട്ടം പൊട്ടിപ്പോകുന്നത് പോലെ തന്നെ അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് വളരെ അപകടകരമാണ്. അതൊരു ലെവലിലെത്തുമ്പോൾ ആ പട്ടം പൊട്ടി താഴെ വീഴുക തന്നെ ചെയ്യും. മറ്റൊരു വിഭാഗം പട്ടം പറത്തുന്നത്, മറ്റൊരു വിഭാഗം രക്ഷിതാക്കൾ, അവർ വളരെ സ്ട്രിക്റ്റായിട്ട് നിയന്ത്രിച്ച് കൂട്ടിലടച്ച് ഇങ്ങനെ അതിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഒരു ഫ്രീഡം കൊടുക്കാതെ അങ്ങനെ ഈ പട്ടം പറത്തുന്നത് പോലെ ഒരു വളർത്തുന്ന രക്ഷിതാക്കളുണ്ടാവും. ഇവരുടെ മക്കൾ എവിടെയും എത്താൻ സാധ്യതയില്ല. കാരണം അവരെങ്ങനെ സ്ട്രിക്റ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. അവർ വിചാരിച്ച കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹം പട്ടം പറപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തിന് അത് മുഴുവനാക്കാൻ കഴിയില്ല. എന്നതുപോലെ തന്നെ ഈ ഒരു പാരൻറ്റിങ് അവിടെ കൃത്യമായി നടക്കുകയില്ല. അവർ വിചാരിച്ച രീതിയിലേക്ക് അത് നടക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പ്. എന്നാൽ മൂന്നാമത്തെ സമർത്ഥനായൊരു പട്ടം പറത്തുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം കാറ്റിൻ്റെ ദിശ നോക്കുന്നു, അതിനനുസരിച്ച് കാറ്റ് നൂല് അഴിച്ചു വിടുന്നു. കുറച്ച് പിന്നെ നല്ല ശക്തമായ കാറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് നിയന്ത്രിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ നിയന്ത്രിക്കുന്നു. അങ്ങനെ പതുക്കെ അഴിച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ പട്ടം ഉയർന്ന് അങ്ങനെ പോകുന്നു. ഇതാണ് മറ്റൊരു പേരൻറ്റ്. ആവശ്യമായ നിയന്ത്രണങ്ങൾ ആവശ്യമായ സമയങ്ങളിൽ നൽകുകയും ആവശ്യമായ സ്വാതന്ത്ര്യം ആവശ്യമായ സമയങ്ങളിൽ നൽകുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ പേരൻറ്റ്. അപ്പോൾ ഈ 3 പട്ടം പറത്തുന്ന ആളുകൾ 3 ടൈപ്പ് ഓഫ് പേരൻസാണ്, 3 തരത്തിലുള്ള രക്ഷിതാക്കളാണ്. ഇതിൽ ഏത് രക്ഷിതാവാണ് അല്ലെങ്കിൽ ഏത് പട്ടം പറത്തുന്ന ആളാണ് നമ്മൾ ആവേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. കുട്ടികൾക്ക് അമിതമായ സ്ട്രിക്റ്റ് കൊടുത്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ അമിതമായ ഫ്രീഡം കൊടുത്തത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഇത് രണ്ടും വിപരീത ഫലങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക. അതുകൊണ്ട് ആവശ്യമായ നിയന്ത്രണങ്ങൾ, ആവശ്യമായ ഫ്രീഡം, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു നല്ല ഒരു തന്മയത്വത്തോടു കൂടിയുള്ള ഒരു പാരൻറ്റിംഗ് ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് നാം പേരൻസ് എന്നുള്ള രീതിയിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്.